ഹായ് എവരിവൺ, ഇങ്ങനൊരു ഗതികേട് ആർക്കും വരല്ലേ എന്ന് ഞാൻ പറയുകയാണ്. സത്യം പറഞ്ഞാൽ അനുമോൾ ഇന്ന് കരഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. അതായത് PR കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നാണ് അനുമോൾ പറഞ്ഞത്. അനുമോൾ പറഞ്ഞ കാര്യം ഇപ്പോൾ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം അനുമോൾ ശൈത്യയെക്കുറിച്ച് ആദ്യമായിട്ട് ശൈത്യക്കൊരു മറുപടി അനുമോൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അനുമോൾക്ക് വലിയൊരു അവാർഡും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് ടൈറ്റിൽ എഴുതിയതുപോലെ കരഞ്ഞുകൊണ്ട് അനുമോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് കേട്ട് നോക്കാം. അതിനുശേഷം ഒന്നൊന്നായിട്ട് എല്ലാം ചർച്ച ചെയ്യാം. ഓക്കെ, പിന്നെ എന്തിനാ എല്ലാരും PR എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നത്? ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി വോട്ട് ചോദിച്ചതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ, അതായത് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് വോട്ട് ചെയ്തോ? നിങ്ങൾ ചെയ്തോ? അപ്പൊ നിങ്ങളാണ് ശരിക്കും എന്റെ PR അല്ലേ? പിന്നെ എന്തിനാ എല്ലാരും PR എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നത്? കേട്ടില്ല. അതാ അസൂയക്കും കുഷ്ണിക്കും മരുന്നെന്ന് പറയുന്നത് കറക്റ്റ് ആട്ടോ അല്ലേ? ശരിക്കും എന്റെ PR നിങ്ങളാണ് അല്ലേ? പറഞ്ഞു കൊടുക്കണം. പിന്നെ എനിക്കറിയാം, ഇതിൽ നിൽക്കുന്നവരൊക്കെ എനിക്ക് വോട്ട് ചെയ്തില്ല, വേറെ ആൾക്കാണ് വോട്ട് ചെയ്യുന്നത്. എനിക്കൊരു പ്രശ്നമില്ല. ഓരോരുത്തരെ ഇഷ്ടപ്പെടാന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അതൊക്കെ പ്രശ്നമില്ല. പക്ഷെ ഞാൻ വീണ്ടും പറയാണ്, ആരനാട് കാര്യം നോക്കി ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. അനുമോൾ പറയുന്നത് അസൂയാണ്. അതായത് PR കൊണ്ടല്ല ഞാൻ ജയിച്ചത്, ഞാൻ കഴിവ് കൊണ്ടാണ് ജയിച്ചത്. ഇവർക്കൊക്കെ അസൂയ എന്നാണ് അനുമോൾ പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയുകയാണ്, വിനു ഉണ്ടല്ലോ, അനുമോളുടെ PR എന്ന് പറയുന്ന വിനു. ഇന്ന് ഞാൻ 5-6 വീഡിയോ കണ്ട്, ഞാനത് വെക്കുന്നില്ല. അതായത് എല്ലായിടത്തും പറയുകയാണ് അനുമോൾ കളിച്ചല്ല ജയിച്ചത്, ഞാൻ കാരണം എൻ്റെ PR കാരണമാണ് അനുമോൾ ജയിച്ചത് എന്നാണ് വിനു പറയുന്നത്. അതായത് ആരെങ്കിലും വിനുചേട്ടാ എന്തെങ്കിലും പറയാനുണ്ടോ അനുമോളുടെ വിജയത്തെക്കുറിച്ച് എന്തെങ്കിലും മൈക്ക കൊടുത്തു കഴിഞ്ഞാൽ അത് എൻ്റെ കഴിവല്ലേ, അത് എന്തിനാണ് അവൻ അങ്ങനെ പറയുന്നത് നിങ്ങൾക്കറിയോ? അടുത്ത സീസണിൽ നല്ല പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പരമക്കള്ളനാണ് അവൻ. കാരണമാണ് അനുമോൾ ഇത്രയധികം നെഗറ്റീവ് വരാനുള്ള കാരണം. ആര് മൈക്ക് ചോദിച്ചാലും ചങ്ങായി പറയുകയാണ് ഞാൻ കാരണമാണ് അവൾ ജയിച്ചത്. പൊന്നു പ്രേക്ഷകരെ, ഈ പറയുന്ന ശൈത്യക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. കുറേ കാര്യങ്ങളുണ്ട്, അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒന്നൊന്നായിട്ട് ഞാൻ വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാം. ഓക്കെ, നിങ്ങളൊന്നെല്ലാം കാണും. ഓക്കെ, ഞാനിത് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോരാടി വാങ്ങിച്ച കപ്പാണ് കേട്ടോ, അല്ലേ? അത് ഇവിടൊക്കെ കൂട്ടത്തില് ലൈവ് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായിരിക്കാം. ലൈവ് കാണുന്ന എത്ര പേരുണ്ട് അല്ലേ? മനസ്സിലായി വന്നപ്പോൾ. ഓക്കെ, അടുത്ത വീഡിയോ. പാടില്ല. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ബഹുമാന്യനായ നമ്മുടെ ആര്യനാട് CI അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. എനിക്കറിയാവുന്നവരാ. ഈ സ്റ്റേജിന് മുമ്പിൽ നിൽക്കുന്ന ഈ ക്യാമറമാൻസിനെ കുറച്ച് ബാക്ക്ഗ്രൗണ്ടിൽ. ഓക്കെ, ശൈത്യക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ അവാർഡിന്റെ ഒരു രംഗം നിങ്ങളൊന്ന് കാണണം. ഓക്കെ, അതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ഹലോ അബുദാബി, എല്ലാവർക്കും സുഖമല്ലേ? ഒരുപാട് സന്തോഷം. അബുദാബിയിൽ നിന്ന് എന്റെ സ്വന്തം നാട്ടിലോട്ടാണ് ഇത് എത്തിച്ചിരിക്കുന്നത്. എനിക്കിന്നൊരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ സ്റ്റേജിൽ വെച്ച് എനിക്ക് ഈ ഒരു മൗണ്ട് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നസീർക്ക, ഇതിന്റെ ടീംസ് എല്ലാവരോടും, ദർശന സാംസ്കാരിക വേദിയിലെ ഈ ഒരു മൗണ്ട് ഉണ്ടല്ലോ, അതെനിക്ക് എന്താ പറയുന്നത്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇങ്ങനെ ഒരു മൗണ്ട് അവിടെ വെച്ച് കിട്ടും എന്നുള്ളത്. എനിക്ക് ഒരുപാട് അഭിമാനിക്കാം, സന്തോഷിക്കാം. എന്താ പറയുക, എന്റെ ഫാമിലിയാണ് അബുദാബിയിലുള്ളത്. നസീർക്ക, ഒത്തിരി സന്തോഷം ഈ ദർശനയുടെ പേരിൽ എനിക്ക് ഇങ്ങനെ ഒരു മൊമെന്റ് അയച്ചതിലും. പിന്നെ ഞാൻ കണ്ടായിരുന്നു ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, നാട്ടിലെല്ലാവരും വിളിച്ച് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരോടും ഒത്തിരി സ്നേഹവും പിന്നെ എന്താ പറയണ്ടേ, സന്തോഷം അറിയിക്കുകയാണ്. അപ്പം അബുദാബിയിൽ വരുമ്പോ എല്ലാവരും കാണാം കേട്ടോ. ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ചക്കരും. ഓക്കെ, അവാർഡിനെ കുറിച്ച് അനുമോൾക്ക് പറയാനുള്ള ഇതാണ്. അനുമോളുടെ നാട്ടിൽ വലിയ രീതിയിൽ, അതായത് ജീപ്പിലൊക്കെ അനുമോൾ ഞങ്ങളുടെ മുത്താണ്, കരളിന്റെ കഷ്ടമാണെന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്. അത് കണ്ടതിന് ശേഷം നമുക്ക് ശൈത്യയുടെ മറുപടി നോക്കാം. ഓക്കെ, നാട്ടുകാരെ, നാടിന്റെ അഭിമാനമായ ആര്യനാടിന്റെ കലാകാരിയും ആര്യനാടിന്റെ പേര് ലോക മലയാളികളുടെ മുന്നിൽ ഉയർത്തിപ്പിടിച്ച ആര്യനാടിന്റെ പെൺസിംഹം, വനിതകളുടെ ശക്തി കേന്ദ്രവുമായ അനുമോൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആര്യനാടിന്റെ മണ്ണിൽ വൻപിച്ച പൗരസ്വീകരണം നൽകുന്നു. ഈ പൗരസ്വീകരണത്തിൽ സിനിമാ നടന്മാരായ
നോബി, വിതുര തങ്കച്ചൻ, കുട്ടി അഖിൽ, ഡയാന, ആതിര മാധവ്, അമീൻ എന്നിവർ എത്തിച്ചേരുന്നു. അനുമോള് പ്രോത്സാഹിപ്പിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഈ പൗരസ്വീകരണത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ അനുമോളുടെ അടുത്ത വീഡിയോ ഉണ്ട്. അതിന് ശേഷമാണ് ശൈത്യയുടെ വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അടുത്തൊരു വീഡിയോ ക്ലിപ്പും കൂടി കണ്ടു നോക്കാം. അനുമോൾ സ്വീകരണം എങ്ങനെ ഉണ്ടായിരുന്നു? സ്വീകരണം നന്നായിരുന്നു. നിങ്ങൾ കണ്ടില്ല? നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഇവരൊക്കെ ഉണ്ടായിരുന്നു. ആതിര വീട്ടിൽ പോയി വരും. അപ്പൊ ഇവരുള്ളത് കൊണ്ട് കുറച്ചുകൂടെ നന്നായിരുന്നു. ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞാൻ അയ്യോ ഈ പേടിക്കും. എന്റെ തിരക്കുണ്ടായിരുന്നു. വേറെ ആരും ഇല്ലല്ലോ, സർക്കിൾ മാത്രമല്ലേ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും പുള്ളിയും മാത്രമേ കാണുള്ളായിരുന്നു. അപ്പം നോബിച്ചേട്ടന് വരാൻ പറ്റിയില്ല. എനിക്ക് വന്നിട്ട് കാര്യമില്ല, എല്ലാവരും ഷൂട്ടില്ല. അവരൊന്നും പറഞ്ഞിട്ടാണ് ഞാൻ പേര് വെച്ചത് തന്നെ. പക്ഷെ അവർക്ക് വരാത്തതിൽ വിഷമമുണ്ട്. ഓക്കെ പൊന്നാര പ്രേക്ഷകരെ, നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്ന ശൈത്യയെ കുറിച്ച് എന്താണ് അനുമോൾക്ക് പറയാനുള്ളത്? തൻ്റെ കരളിൻ്റെ കഷ്ണമായ ശൈത്യ, എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ആ ശൈത്യ കട്ടപ്പിയായി ചതിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. ആ ശൈത്യയെക്കുറിച്ച് എന്താണ് കരളിൻ്റെ കഷ്ണമായ അനുമോൾക്ക് പറയാനുള്ളത്? കേട്ടു. ഓക്കെ, കേൾക്കൂ. വീട്ടിലേക്ക് വിളിച്ചിട്ടെന്താ വരാത്തപ്പോ? ഞാൻ വിളിച്ചില്ലല്ലോ. നേരത്തെ പറഞ്ഞു വിളിച്ചിട്ട് വിളിക്കുന്നുണ്ട്, ആരും വരുന്നില്ല. ബിഗ് ബോസ് ആണോ? ഇല്ല, ആരും വിളിച്ചു. ഞാൻ അല്ലാതെ എന്റെ ഫ്രണ്ട്സാ പറഞ്ഞത്. നിങ്ങൾ മീറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. ഇതുവരെ എന്നെ ഇവിടെ സംസാരിച്ചിട്ടുകൂടിയില്ല. അബി വിളിക്കുന്നുണ്ട്, അഭിലാഷ്, പിന്നെ ഒനിലേട്ടൻ അഭിലാഷ്, പിന്നെ വേറെ ഈ പ്രവീൺ. വേറെ എന്തെങ്കിലും ചോദിക്കാണ്ട. അതായത് ശൈത്യയെ പടി കയറ്റൂല എന്നാണ് ഇതിൻ്റെ ഉദ്ദേശമെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. നമ്മുടെ ലക്ഷ്മി പറഞ്ഞതുപോലെ ആദിലാനൂർ എൻ്റെ വീട്ടിൽ കയറ്റൂല, അതുപോലെ ശൈത്യയെ കണ്ടാൽ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു രംഗമാണ്, മുഖഭാവമാണ് ഞാൻ പേഴ്സണലി കണ്ടത്. പൊന്നു പ്രേക്ഷകർ, ഞാനിങ്ങനെ കോമഡി ഇങ്ങനെ വീഡിയോയിടലില്ല, ഒന്ന് ഇടയ്ക്ക് പറഞ്ഞു നോക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും വൈൻഡപ്പ് ചെയ്യുകയാണ് പൊന്നാര പ്രേക്ഷകരെ. ആദിലാനൂറയുടെ പ്രതികരണം നമുക്ക്, അതായത് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് A to Z കാര്യം ഞാൻ ചർച്ച ചെയ്തു എന്ന രീതിക്ക് ഒരു വീഡിയോയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ടോപ്പിക്ക് നിർത്താം. ഓക്കെ, ബിഗ് ബോസിൻ്റെ, അതായത് ആദിലാനൂറയ്ക്ക് എന്താണ് പുറത്ത് വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ആ കാര്യം നമ്മളൊന്ന് ചർച്ച ചെയ്യും. അതിനുശേഷം നമ്മൾ തൽക്കാലം ബിഗ് ബോസിൻ്റെ സീസൺ 7 മറക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 7 റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കണ്ടന്റും നമ്മൾ ഒഴിവാക്കുകയാണ്. അതായത് ഇനി അത്രമേലും ലൈവിൽ ആരെങ്കിലും പൊരിഞ്ഞടി നടക്കുകയാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മാത്രം ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയും ഇനി നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട. നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിൻ്റെ വീഡിയോ ക്ലിപ്പും തെളിവും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ കൊണ്ടുവരാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പൊന്നാര പ്രേക്ഷകരെ, അപ്പോൾ നിർത്തുന്നു, വേറെ ഒന്നും പറയുന്നില്ല തൽക്കാലം. ഓക്കെ, ബൈ.